ഞാനാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. ഈ സാധനം നേരെ കൊട്ടല് എല്ലാവരെ കൊണ്ട് കൂട്ടിപ്പിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടാ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. സൂപ്പർ, ഒന്നും പറയാനില്ല കേട്ടാ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. അടിപൊളി വെറൈറ്റി ഒരു സാധനം ഇന്ന് കുക്കിംഗ് ചെയ്യുന്നുണ്ട്. 2 പേരാണ് ഇന്ന് കുക്കിംഗ് ചെയ്യാനുള്ളത്. അതിൽ പ്രിപ്പറേഷൻ ചെയ്യണതും അത് കഴിഞ്ഞപ്പം നിങ്ങൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിപ്പോകും. ഇന്ന് കുക്ക് ചെയ്യണത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഉപ്പ. ഞാനാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടി. ഉപ്പാടെ സ്പെഷ്യൽ ആണ് കേട്ടോ, ചക്ക പായസം അല്ലേ? എന്താണ് ചക്കപ്പായസം ഉപ്പാടെ സ്പെഷ്യൽ. അതെ, ഒക്കെ അവര് റെഡിയാക്കിയാലും ഞാനൊക്കെ ചക്കപ്പായസം. അതില് ഉപ്പാടെ അസിസ്റ്റന്റ് ആണ് ഉമ്മ വരുന്നത് കേട്ടാ. അല്ല അമ്മ അങ്ങനെയല്ല വരിക? ഉപ്പാടെ അസിസ്റ്റന്റ് ആണ് ഉമ്മ. ഒന്നാമത്തെ പാല് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ട് ആദ്യം ചക്ക അടിച്ചിട്ട് തിളച്ച്. അവിടെ ഒരാൾ കരയുന്നുണ്ടല്ലോ. ഇതാ ഷെയ്സ് മോള് ലൈനിലുണ്ട് കേട്ടാ. ഷെയ്ജ ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ്. നമ്മുടെ ഷെയ്സ് മോള് ഇവിടെ ലൈനിലുണ്ട്. കോളിംഗ് ആണ്, വീഡിയോ കോൾ വിളിച്ചിട്ട് സംസാരിക്കാം. എന്നിട്ടാ ശർക്കര ഉരുക്കിയത്. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. ആരെ പറഞ്ഞു കൊടുക്കണ്ട, ഉമ്മയാണ് കേട്ടോ. ഉമ്മ കള്ളക്കളി കളിക്കണ്ട. ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഉപ്പാക്ക് അറിയോ? അറിയും. നമ്മള് പറഞ്ഞു തരുന്ന പോലെ ചെയ്യാം. അതെല്ലേ, നമുക്ക് പഠിക്കാലോ. അപ്പൊ ചക്കപ്പായസം കേട്ടാ. ചക്കപ്പായസം ഞാൻ കുടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാല് കുടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ അമ്മ? ചക്കപ്പായസം കുടിച്ചിട്ടുണ്ടാ? ഞാൻ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ടില്ലല്ലോ. ഞാൻ കുടിച്ചിട്ടില്ല. ചേച്ചി പോവാണോ? ചേച്ചി പോവാ. ചേച്ചി ടാറ്റ കൊടുത്തേ. ടാറ്റാ. ചേച്ചി ടാറ്റ പറഞ്ഞു. ടാറ്റ. ചേച്ചി ലൈനിലുണ്ട് കേട്ടാ. അതെ. അപ്പൊ അങ്ങനെ. അപ്പൊ ചേച്ചി ടാറ്റ. ബൈ ബൈ, സി യു. ബൈ ബൈ. അപ്പൊ ഷെയ്സ മോള് എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഉമ്മ കൊടുക്കണ്ടാ? എല്ലാവർക്കും ഉമ്മ ഉണ്ടാ? ഉമ്മ ഫ്രീയാ? ഉമ്മ എല്ലാവർക്കും ഉമ്മ ഫ്രീ ആണ് കേട്ടാ. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലീസുകൾക്ക് എല്ലാവർക്കും നമ്മുടെ ഷെയ്സ മോള് ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. അപ്പൊ അങ്ങനെ ഹലോ കൈമാറി. ഫസ്റ്റത്തെ പാല് കഴിക്കുമ്പോ കൈമാറി. അതെ, ഫസ്റ്റത്തെ പാല് കഴിക്കുമ്പോ കൈമാറി. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? അത് പിടിച്ചോ. അപ്പൊ ഇന്ന് ഉമ്മയും ഉപ്പയും ആണ് ഇന്ന് സ്പെഷ്യലി ചക്ക പായസം ഉണ്ടാക്കണത്. അപ്പൊ അതിന്റെ ഒന്ന് കണ്ടപ്പോ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു വീഡിയോ അല്ലേ. ഉപ്പിട്ടുണ്ടല്ലോ. സെറ്റ്. ഇത് കുറുക്കൂലല്ലേ? സംഭവം എടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഗൈസ് അല്ലേ? നമ്മള് ചെറിയൊരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ 1.25 ഒഴിച്ചു. അതെ, നെയ്യ് ഒഴിച്ചിട്ട് ചക്ക മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക. എന്നിട്ട് ശർക്കര പാനി ആക്കി വെക്കും. കുറച്ച് ശർക്കര പാനി ആക്കി വെച്ച പാനി ഇതിലൊഴിക്കും. അത് ഒഴിക്കിട്ട് നന്നാക്കി കൊടുക്കുക. എന്നിട്ട് 2ാം പാല് ഇതിലൊഴിക്കുക. 1ാം പാല് വെച്ചിട്ടില്ല. ഇല്ല. അപ്പൊ എല്ലാം കഴിഞ്ഞു. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ അന്ന് ഉമ്മാടെയും ഉപ്പാടെയും ഇന്ന് സ്പെഷ്യൽ ചക്ക പായസം ഉമ്മ ഇപ്പൊ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചക്ക പായസം നമ്മൾ കുടിച്ചിട്ട് നമ്മൾ സാധാരണ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് സാധാരണ എപ്പോഴും ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് ഞാനും മിക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ എന്താ പറയാ മരുമക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുകൊടുത്ത് അങ്ങനെ റിവ്യൂ ചെയ്യലുണ്ടാവും. നമ്മളാണെങ്കിലും ഞാനൊക്കെയും എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും ചോദിക്കും റിവ്യൂ. ഇപ്രാവശ്യം ഉപ്പയും ഉമ്മയും കൂടി ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് എന്നിട്ട് റിവ്യൂ ചോദിക്കുന്ന അവസ്ഥയാട്ടാ. തിരിച്ചു മറിച്ചിട്ട്
നമ്മടെ മുത്തേ ചേച്ചി മോളോടെ ഫുള്ള് കളിക്കുന്ന തിരക്കിലാണ്. കറിയുണ്ട് എന്തിനാ ചേച്ചി എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് അല്ലേ? ഇളക്കിക്കൊണ്ടിരിക്കണം ഉള്ളത് അല്ലെങ്കിൽ ചെറുക്കും കള വന്നിട്ടേ. ഓക്കെ പൊട്ടി ഓക്കെ ബൈ ബൈ. ശരി ബൈ. ആ ബൈ ബൈ. പായസം ശരി മാ ശരി വന്നിട്ട് വെക്കാം. പാട്ട് പാടുക ഇഷ്ടമാണ് അല്ല പെൺകുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് വലിയ സാരി പാട്ട് പാടുക. ഇളക്കട്ടെ എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി കുറുകണല്ലേ അത്? നന്നായി കുറുകണല്ലേ? ഒന്നും കൂടെ കൊടുക്കണം. സംഭവം സെറ്റ് ആയില്ലേ? വലൈക്കും സലാം. ശരി ശരി മാ ഇത് കൊടുക്കണ്ട അങ്ങനെയല്ലേ, ഇതാണ് അളവ്. ഓക്കെ ഏലക്കായി പിടിക്കുക. ഓക്കെ സംഭവം നന്നായി കൊടുക്കട്ടെ. അവിടെ എന്തോ കുടിക്കണ്ടല്ലോ, ഏലക്ക കുടിക്കണ്ട്. കൊടുക്കട്ടെ നന്നായി കൊടുക്കട്ടെ. ഏലക്കയുടെ പകരം മണുണ്ടല്ലേ? എന്തും അത് പാല് വെച്ചില്ല. തേങ്ങാപ്പാല് മാത്രം നമ്മൾ ഒഴിക്കുള്ളൂ. അതില് പശുമ്പാല് ഇട്ട് ഇതാക്കൂലേ? അത് പാലുണ്ടാക്കി പാൽ പായസത്തിന്. ഓക്കെ ഓക്കെ ഒഴിക്കാനായാ? ഒന്നുകൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാവട്ടെ ഒന്നുകൂടി. അപ്പൊ സമയം ഇപ്പൊ 2:30 മണി. 2:30 മണി ആവുന്നു കേട്ടോ. 2:30 മണി. അങ്ങനെ ഇതാട്ടാ. അങ്ങനെ ഉമ്മ 2-ാം പാല് ഒഴിക്കാൻ പോവാ. ഒന്നാം പാല് അല്ലേ? അപ്പൊ 1-ാം പാല് 2-ാം പാലിന്റെ കണക്കൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അതാണ് പായസമാവുക. ഇനി കഴിഞ്ഞില്ലേ? ഇനി ഒന്നുമില്ലല്ലോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഇതാക്കും. എണ്ണയിലിട്ട് പൊരിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചിട്ട് ഇനി ഇതിലിടും. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ട്. എന്തൊക്കെയും എടുത്തിട്ടുണ്ട് കേട്ടോ അതില്. അതിലൊന്നുമില്ല. ഓക്കെ അപ്പൊ തിളക്കട്ടെ. ഇനി തിളച്ച് കഴിഞ്ഞാല് നമുക്ക് ഇറക്കാം അല്ലേ? ഓക്കെ അപ്പൊ തിളക്കട്ടെ. ഇപ്പൊ കഴിച്ച് നോട്ടെ കുടിച്ചോക്കുണ്ട്. മധുരണ്ട് അല്ലേ? ഓക്കെ സെറ്റ്. ശരിക്കും ചക്കടം വേണം. ചക്കപ്പായസം അത് എങ്ങനെയല്ലേ? ചക്കപ്പായസം എങ്ങനെ ചക്കയുടെ മണം വരാൻ വരാൻ പാടില്ലല്ലോ. പാൽ പായസം പാലിന്റെ മണം വരുന്നത്. അതേമാതിരി അടപ്പായസം അടയത് മണം വരും. ചക്കയുടെ ശരിക്കും ചക്കയുടെ നല്ല മണം. അതെ. അപ്പൊ അങ്ങനെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഇതൊക്കെ തന്നെയല്ലേ? അപ്പൊ എന്തായാലും ഇനിയിപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ? വേറെന്താ പിന്നെ വിശേഷങ്ങളൊക്കെ? ചെറിയൊരു ഓളം പോലെ അപ്പൊ അതല്ലേ? പതിക്കാൻ പാടില്ല അല്ലേ? എന്ത് തിളച്ച് പാല് ഇത് തേങ്ങാപ്പാല് പിരിയും. ഇങ്ങനെ ഒരു ഓളം വരും. അങ്ങനെ ഓ തിളച്ചിട്ടില്ലല്ലോ. ചെറിയ തള വരുമ്പോ ഇറക്കണം. അങ്ങനെ ഉണ്ടല്ലേ? ആ സംഭവം എന്താ ഓരോ ഐഡിയകൾ ഉണ്ട് കേട്ടാ. ഇല്ലെങ്കിൽ അതിന്റെ പാല് പിരിയുന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മ. പാലല്ല തേങ്ങാപ്പാല് ഒഴിച്ചാല് ഒന്ന് പതച്ച് വരുമ്പോ എന്ത് കറിയിലായാലും പതച്ച് വരുമ്പോ നമ്മള് അത് ഓഫാക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് വേറെ പിരിഞ്ഞ പോലെയാവും. തേങ്ങാപ്പാല് 1-ാം പാല് ഒഴിച്ചിട്ട് കറി വെക്കാം. രണ്ടാം പാല് ഒഴിച്ചിട്ട് കറി വെക്കാം. ഫസ്റ്റത്തെ പാല് ഒഴിച്ച് ഒന്ന് പതച്ച് ഇങ്ങനെ ഒരു ഓഫാക്കണം. നല്ല തളയൊന്നും തരാൻ നെയ്യ് നെയ്യ് കൂടിയല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ലത് തന്നെയല്ലേ? അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. എന്നിട്ടോ ഉണക്കമുന്തിരിയോ?
കാര്യം പുറത്താ പോണത്. ഇതിപ്പോ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഉണ്ടാവുള്ളൂ നിനക്ക്. ഭാര്യ ഇടുന്നുണ്ട്. എന്തായാലും വെക്കുന്നുണ്ട്, വെക്കട്ടെ. സെറ്റായില്ലേ? അപ്പോൾ അവിടെ നേരെ ഒഴിച്ച് ഞാൻ സെറ്റായി. ചൂട്ടോടെ കുടിക്കാം നമുക്ക് അല്ലേ? എന്നിട്ട് എന്താ സംഭവം സെറ്റായി ഗൈസ്, സെറ്റായി. എന്താ ഈ സാധനം നേരെ കൊട്ടല് എന്താ ഇങ്ങനത്തെ സൗണ്ട്. ശരി, എന്താ മിക്സ് ആക്കല്. അപ്പോൾ നമ്മുടെ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കാണുക. ആദ്യമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ അതുപോലെ ചക്കപ്പായസം വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾ എന്താന്ന് കമന്റ് ഇതിൽ കൂടി അറിയിക്കും. ഇതിപ്പോ ഒന്നുമില്ല, ഇതിപ്പോ നമ്മള് ഇടയിലാ ഞാൻ വന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു സ്പൂൺ നെയ്യ് കൊണ്ട് നമ്മള് ചക്ക ഉണ്ടല്ലോ, ചക്ക നല്ലോണം ചുള പറിച്ച് അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ അടിച്ചതിനാണ് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതിലിട്ട് ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ശർക്കര പാനി കാച്ചി അങ്ങോട്ട് വെക്കും കുറുക്കിയിട്ട്. അത് ഇതിൽ ഒഴിച്ചിട്ട് ഒന്നുപോലെ നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കും. അധികം ചെലവില്ല, സംഭവം തേങ്ങയും തേങ്ങാപ്പാലും ഈ ചക്ക ഉണ്ടെങ്കിൽ സെറ്റായി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചക്ക സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വെക്കും. എന്നാലും നമ്മളെ രീതിയിൽ അതെ, അത് ഉണ്ടാക്കാൻ അറിയുന്നവർ കുറെ പേരുണ്ടാവും. പക്ഷെ എന്നാലും എന്ന് വെച്ചാൽ ഉമ്മയുടെ രീതിക്ക് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമന്റും എല്ലാം അറിയിക്കുക, ഫോളോ ചെയ്യുക. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും വെക്കാത്തവര് വെച്ച് നോക്കുക നിങ്ങളെ രീതിയിൽ. ഇങ്ങനെയാണോ ചക്കപ്പായസം വെക്കുക, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തിരുത്താനോ ഇടാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടി അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞുട്ടാ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തത് ഉമ്മ ഉണ്ടാക്കി ചക്കപ്പായസം നമുക്ക് കൂട്ടിച്ചിട്ട് നോക്കാം. എല്ലാവരെ കൊണ്ട് കൂട്ടിപ്പിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടാ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അങ്ങനെ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ഉപ്പയും ഉമ്മ ഉണ്ടാക്കിയ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഈ സാധനം ഇനി കുടിച്ച് നോക്കിയിട്ട് നമുക്ക് റിവ്യൂ പറയാം. നമ്മൾ കൊടുത്തിട്ട് റിവ്യൂ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഉപ്പയും ഉമ്മയും നമുക്ക് ഉണ്ടാക്കി തന്നേക്കാം. ഉപ്പാടെ സ്പെഷ്യലായിട്ടത് നമുക്ക് കുടിച്ചിട്ട് റിവ്യൂ പറയാം. അടിപൊളി കേട്ടാ, അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല കേട്ടാ, അടിപൊളിയാണ് കേട്ടാ. ഉണ്ടാക്കിയ ഉപ്പടുത്തുണ്ട് കേട്ടാ അല്ലേ? സൂപ്പറായിട്ടില്ലപ്പാ. ഉപ്പാടെ ഉപ്പ ഉണ്ടാക്കിയ സ്പെഷ്യലി അടിപൊളിയാണ് കേട്ടാ. അല്ല കറുത്ത് വെച്ച് റിവ്യൂ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കൂടെ കോളാവുന്ന വിചാരിച്ചേ. പക്ഷെ നോർമലി നമ്മള് കല്യാണത്തിലും അവിടെയൊക്കെ പോയിക്കുന്ന മണവും നല്ല ടേസ്റ്റും മധുരം കൂടുതലോ നല്ല കുറവോ ഒന്നുമില്ല. സംഭവം സെറ്റ്, നല്ല രസമുണ്ട്. ചക്ക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നീ ആദ്യമായിട്ട് ലയിക്കുന്നേ അല്ല? ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ. അമ്മ അതേ ഉപ്പുണ്ടാക്കി ചക്ക പൈസ ഉണ്ട്, സൂപ്പർ അല്ലേ? അടിപൊളി അടിപൊളി, മധുരമാണ് കേട്ടാ, ശർക്കര. പിന്നെ അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് അല്ലേ അമ്മ? അപ്പോൾ ഉപ്പിമ്മയും കൂടി ഉണ്ടാക്കിയ ചക്ക സ്പെഷ്യലി ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ.